ആ സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരുന്നോളൂ നിങ്ങൾ എന്നാണ് സഫ്വാൻ പറഞ്ഞത്. പറഞ്ഞ പോലെ അല്പ ദിവസത്തിന് ശേഷം ഉമേർ അവിടെ എത്തുന്നു. ആളുകളൊക്കെ ഉമേറിൻ്റെ എന്താണ് ഈ വാർത്ത കേൾക്കാൻ നിൽക്കുക. ഉമേർ പറയാണ്, ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു. അവിടെ കണ്ടുവരികയാണ്. റസൂൽ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞതോടുകൂടി ഇത് കേട്ട സഫ്വാൻ ആകെ അത്ഭുതപ്പെടുകയാണ്. സഫ്വാൻ പറയണ, എനിക്ക് ഇനി ഉമേറിനെ എൻ്റെ ജീവിതത്തിൽ തന്നെ കാണണ്ട. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഖുറൈശികൾക്കിടയിൽ ഭയങ്കരമായ അസ്വസ്ഥതയും വെറുപ്പും ഒക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കാരണം അമ്പയെ പരാജയപ്പെട്ടതിൻ്റെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ രണ്ടാളുകൾ മക്കയിൽ, രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുകയാണ്. ആ രണ്ട് സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സഫ്വാൻ ബിൻ ഉമയ്യത്ത് ഖലഫ്. സഫ്വാൻ ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ മകൻ സഫ്വാൻ. മറ്റൊന്ന് ഉമൈർ ബിൻ വഹബൽ ജുഹമി. രണ്ടുപേരും ഉന്നത ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകളാണ്, രണ്ട് സുഹൃത്തുക്കളാണ്. അവർ രണ്ടുപേരും മക്കയിലിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഒരാൾക്ക് സഫ്വാൻ ബിൻ ഉമയ്യക്ക് അദ്ദേഹത്തിൻ്റെ പിതാവും മറ്റുള്ള ആളുകളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ബദറിന് ശേഷമാണല്ലോ, ആ ഒരു പകയുണ്ട് മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് റസൂലിനോട്. അടുത്ത ആൾ ഉമൈർ ബിൻ വഹബൽ ജുഹമിയാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ മക്കൾ ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബന്ദികൾക്കുള്ള മോചനദ്രവ്യം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. എന്തോ കാരണത്താൽ കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അമർഷമുണ്ട്. രണ്ടുപേരും മക്കയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമേർ പറഞ്ഞു, സഫ്വാനോട് പറഞ്ഞു, എനിക്ക് കുറേ കടങ്ങളുണ്ട്, അതുപോലെ എൻ്റെ മക്കൾ, ഇതൊക്കെ ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം പോയിട്ട് മുഹമ്മദിനെ കൊന്നു തിരിച്ചു വരുമായിരുന്നു. അത്രമേൽ പകണ്ട്. കാരണം അവനാണ് ഇതെല്ലാം നശിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ അടക്കി പിടിച്ച് ആരും അറിയില്ല അവർ തമ്മിലുള്ള സംസാരം. അവരൊരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഫ്വാൻ ചോദിച്ചു, അല്ല, നിൻ്റെ മക്കളുടെ കാര്യം, നിൻ്റെ കടത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം, നീ പോയിട്ട് മുഹമ്മദിനെ കൊന്നുവരുമോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഉമൈർ പറഞ്ഞു, തീർച്ചയായും, എന്നാൽ നീ വേഗം ഒരുങ്ങിക്കോ, നിൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട, നിൻ്റെ കടത്തിൻ്റെ ബാധ്യത അതും ഞാൻ വീട്ടിക്കൊള്ളാം, പക്ഷെ നീ ഒരു ദൗത്യം നിർവഹിച്ച് തിരിച്ചു വന്നാൽ മതിയാണ്. അപ്പോൾ കാരണം അതങ്ങനെ പറയാൻ കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിച്ച് അല്ലെങ്കിൽ അവർ പ്രതികാരം ചെയ്ത് എന്നെ തിരിച്ച് അങ്ങനെ ആകുമ്പോൾ ഞാൻ മരിച്ചാൽ അങ്ങനെ ആവുന്നുള്ള പേടി കൊണ്ടാണല്ലോ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അതിന് തയ്യാറാവുന്നു. ഈ വിഷയം നമ്മളല്ലാതെ വേറെ ആളും അറിയരുത് എന്ന് ഏൽപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ ചോർന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അവർ മാത്രം രഹസ്യമായി എടുത്ത ആ തീരുമാനത്തിൽ ഉമൈർ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുള്ള വാൾ നന്നായിട്ട് മൂർച്ച കൂട്ടിയിട്ട് അതിൽ വിഷം പുരട്ടി. വിഷം പുരട്ടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവരങ്ങനെ ചെയ്തിരുന്നു. എന്തെങ്കിലും പൂർണ്ണമായിട്ട് വാളുകൊണ്ട് വെട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ പരിക്ക് പറ്റിയാൽ പോലും അതിലൂടെ വിഷം പറ്റി മരണപ്പെടും. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മദീനയിലേക്ക് പുറപ്പെടുകയാണ്. 2 ആഴ്ചത്തെ സമയമുണ്ടല്ലോ മദീനയിലെത്താൻ യാത്ര ചെയ്ത്. അപ്പം മുഖമൊക്കെ മൂടി കെട്ടി അദ്ദേഹം വാൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട്, സാധാരണ വെക്കുന്ന രൂപമല്ല, അതിന് പുറമെ കഴുത്തിൽ തൂക്കിയിട്ട് രൂപമാണ് വാളുള്ളത്. അങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്ത് അവസാനം മദീനയിലേക്ക് എത്തുന്ന സമയം. അപ്പം ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദീനയിലേക്ക് എത്തിയിട്ട് മകൻ്റെ മോചനത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി സംസാരിക്കാം, അതിനിടയിൽ കാര്യം നിർവഹിക്കാം, ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഇദ്ദേഹം മദീനയിൽ എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഉമൈറിനെ കാണുന്നത്. ഉമർ റളിയല്ലാഹു കണ്ട പാടന്നെ പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിൻ്റെ ശത്രു, ദീനിൻ്റെ ശത്രു വരുന്നുണ്ട്, ഉമൈർ വരുന്നുണ്ട്, അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ ആ വരവിൽ എന്ന് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടും തടയണ്ട, നേരെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്നു. റസൂൽ വളരെ ധീരനായിക്കൊണ്ട് അദ്ദേഹത്തെ, കാരണം റസൂലിനെ അറിയാം അദ്ദേഹത്തിൻ്റെ വരവ് രൂപം കണ്ടപ്പോൾ. പക്ഷേ ഉടനെ തന്നെ വന്ന പാടന്നെ
അദ്ദേഹം അവരുടെ ആ വേർഡ് ഞാൻ മറന്നുപോയി. അവർ ഖുറൈശികൾ അഭിവാദനത്തിന് ഉപയോഗിക്കുന്ന പദത്തിൽപ്പെട്ടൊരു പദം പ്രയോഗിക്കുന്നത് നബിയെ കണ്ടപാട്. അപ്പം നബി അവിടെ തിരിച്ചു പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് അള്ളാഹു നമ്മളെ ആദരിച്ചിരിക്കുന്നത് സ്വർഗത്തിലുള്ള അഭിവാദനമായി പഠിപ്പിച്ചത് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ പ്രയോഗിക്കാറുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തിരിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഉടനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ നേരെ അഭിമുഖമായി നിൽക്കുന്ന ആ സമയത്ത് റസൂൽ ചോദിച്ചു, മാ ജാ അബിക്കയാ ഉമേർ, അങ്ങനെ എന്താ പ്രയോഗം, നീ എന്തിനാണ് ഇവിടെ വന്ന കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ റസൂൽ വീണ്ടും ചോദിച്ചു എന്തിനാണ്, വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ മകൻ്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. പിന്നെ ഈ വാള് എന്തിനാണ് കഴുത്തിൽ തൂക്കി. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, അത് വരുന്ന വഴിയിൽ ധൃതിയിൽ അങ്ങനെ എന്നിട്ട് അദ്ദേഹം അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം വാൾ അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹം പിന്നെ മറന്നുപോയി, അതിൻ്റെ തൽസ്ഥിതി മാറ്റാൻ വേണ്ടി മറന്നു. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമേറിനോട് ചോദിച്ചു, ഉമേർ, നീയും സൊഫ്വാനും കൂടിയെടുത്ത തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൻ്റെ കാര്യം എന്താണ്? പെട്ടെന്ന് ഉമേർ ആകെ അത്ഭുതപ്പെട്ടു. നീ നിൻ്റെ കൂട്ടുകാരനായ സൊഫ്വാനെ നീ എല്ലാം ഏൽപ്പിച്ച് ഏറ്റെടുത്ത് തിരിച്ചു വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം മകൻ്റെ മോചനത്തിൻ്റെതല്ലല്ലോ, നിനക്കൊരു ലക്ഷ്യമില്ലേ? അവസാനം ഈ വാക്ക് റസൂല് അവരെടുത്ത രഹസ്യമായ തീരുമാനം നബിയാണ് പറഞ്ഞു കൊടുത്തതോടുകൂടി ഉമേർ അവിടുന്ന് തന്നെ അഷ്ഹദു അന്നക മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവിടുന്ന് തന്നെ വിശ്വാസിയാവാണ്. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കുറച്ച് ദിവസം മദീനയിൽ നിൽക്കാൻ അദ്ദേഹത്തോട്, കാരണം അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടത്, ഞാൻ ഒരാൾ ഇവിടെ വന്ന് മുൻകൂട്ടി പറയാൻ, അഥവാ സൊഫ്വാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ എത്താനുള്ള സമയമായിട്ടില്ല, കാലതാമസം. അപ്പോൾ ഇത് അള്ളാഹു അല്ലാതെ വേറെ ഒരാൾ അറിയിക്കില്ല. അപ്പം ഉടനെ അവിടെ കുറച്ച് ദിവസം നിൽക്കുന്നു. റസൂൽ അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറയുന്നു. അവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ ഉമേർ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലേ, ഞാൻ നിങ്ങൾ പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലുള്ള ആ വെറുപ്പ്, ഇത് സത്യം, അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ച മനസ്സായിരുന്നു. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാരങ്ങനെ പറയുന്നത്, ഖുറൈശികൾക്കിടയിൽ അന്നുണ്ടായിരുന്ന ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ച ആളുകൾ സത്യം ബോധ്യപ്പെടുന്നു, പെട്ടെന്ന് വിശ്വസിച്ചു. എന്നാൽ ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും ചില കപട മനസ്സോട് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും വിശ്വസിക്കില്ല. അതിൽപ്പെട്ട അബൂജഹലും ബാക്കിയുള്ള ആളുകൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കിനി ഇവിടെ നിന്നൂടാ, എനിക്ക് ഈ സത്യം ഇത്രമേൽ എനിക്ക് ഞാൻ മക്കത്തേക്ക് പോവുകയാണ്, അവിടെ പോയിട്ട് ഈ വിഷയം പറയണം എന്ന് അദ്ദേഹം പറയണം. അപ്പം നബി അനുമതി കൊടുക്കുകയാണ്. കാരണം സാധാരണ ഒരാൾ പോയി പറയുന്ന പോലെ ഇദ്ദേഹം നല്ല ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആൾ, അത്ര പ്രശ്നങ്ങൾ സംഭവിക്കില്ല. ഇദ്ദേഹം മക്കയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് മക്കയിൽ എന്താ നടക്കണമെന്നോ, മക്കയിലെ ആളുകൾ ഉമേറിനെ തിരഞ്ഞെടുക്കുകയാണ്, ഉമേറിനെ കാണാനില്ല. ആ സമയത്താണ് സൊഫ്വാൻ ബിൻ ഉമയ്യ അവരുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഉമേർ ഇവിടെ തിരിച്ചു വരും, തിരിച്ച് ഉടനെ തന്നെ എത്തും. പക്ഷേ തിരിച്ചു വരുന്നത് വെറുതെ അല്ല, നിങ്ങൾക്കും നമുക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് വരാൻ പോണത്. ആ സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരുന്നോളൂ നിങ്ങൾ എന്നാണ് സൊഫ്വാൻ പറഞ്ഞത്. പറഞ്ഞ പോലെ അല്പ ദിവസത്തിന് ശേഷം ഉമേർ അവിടെ എത്തുന്നു. ആളുകളൊക്കെ ഉമേറിൻ്റെ എന്താണ് ഈ വാർത്ത കേൾക്കാൻ നിൽക്കുക, ഉമേർ പറയാണ്, ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു. അവിടെ കണ്ടുവരികയാണ്. റസൂൽ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞതോടുകൂടി ഇത് കേട്ട സൊഫ്വാൻ ആകെ അത്ഭുതപ്പെടുകയാണ്. സൊഫ്വാൻ പറയണ, എനിക്ക് ഇനി ഉമേറിനെ എൻ്റെ ജീവിതത്തിൽ തന്നെ കാണണ്ട, എനിക്ക് അവനോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്ത് അത്രയും വെറുപ്പാന്ന് പറഞ്ഞു സൊഫ്വാൻ അവിടെ നിന്ന് പോകുന്നു. ഉമേർ അവിടെ മക്കയിൽ പോയിട്ട് ആളുകൾ ഉമേറിൻ്റെ ഈ സംസാരം വഴി ധാരാളം ആളുകൾ വിശ്വാസം സ്വീകരിച്ചു എന്നാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്തൊരു ചിത്രം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്ക വിജയത്തിന് ശേഷം ഉമേർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉമേർ അവിടെ എത്തിയിട്ട് അവിടുന്ന് പരതുന്നുണ്ട്. ആരെയെന്നോ, തൻ്റെ സുഹൃത്തായ സൊഫ്വാൻ അന്വേഷിക്കുകയാണ്. സൊഫ്വാൻ അന്വേഷിക്കുമ്പോൾ സൊഫ്വാൻ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. കാരണം പ്രതികാരം ചെയ്യും, റസൂലിൻ്റെ ലിസ്റ്റിൽ ഞാനുണ്ട് എന്ന ധാരണയിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിൽ റസൂല് പ്രതികാരം എടുക്കേണ്ട ലിസ്റ്റുകൾ കുറച്ച് എണ്ണപ്പെട്ട, അതിൽ സൊഫ്വാൻ ഇല്ല. പക്ഷെ സൊഫ്വാനെ പോയി തേടുന്നു. സൊഫ്വാൻ അവസാനം കണ്ടെത്താണ് ഉമേർ. കണ്ടെത്തിയിട്ട് സൊഫ്വാനായിട്ട് സംസാരിക്കുകയാണ്. റസൂലൊന്നും ചെയ്യില്ല, അത് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സൊഫ്വാനായിട്ട് സംസാരിക്കുന്നു. സൊഫ്വാനും അവിടുന്ന് വിശ്വാസിയാവുന്നു. അങ്ങനെയാണ് ആ രണ്ട് കൂട്ടുകാരുടെ ആ ഒരു ചരിത്രം. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു പോയിന്റ് ഇതാണ്. ഒന്ന്, എല്ലാ ശത്രുക്കളും ഒരേ ഒന്ന് ആത്മാർത്ഥമായ അവരുടെ തെറ്റിദ്ധരിച്ചിട്ട് ശത്രുത വെച്ച ആളുകളായിരിക്കാം. മറ്റൊന്ന് അതല്ലാതെ നിൽക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റം
അതൊരിക്കലും ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ച ആളുകൾ കൂടുതൽ തെറ്റിദ്ധാരണയിലേക്കുള്ള പെരുമാറ്റം ആവരുത്. നമ്മുടെ റസൂൽ എടുത്ത തീരുമാനങ്ങൾ, റസൂലിൻ്റെ സമീപനങ്ങൾ, അതെ, അതെ. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്.